പാകിസ്ഥാന്റെ ഭീഷണിയും സമ്മർദ്ദതന്ത്രവും വകവയ്ക്കാതെ ഭാരതം. സിന്ധു നദിയിൽ നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഭാരതം നടപടി തുടങ്ങി. സിന്ധു നദീജല കരാറിന്റെ പേരിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇരവാദത്തിന് രാഷ്ട്ര താൽപര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്ന് ഭാരതത്തിന്റെ മറുപടി. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കണമെന്ന നിലപാടാണ് ഭാരതം സ്വീകരിക്കുന്നത്. സിന്ധു നദിയിലെ വെള്ളത്തിന് തങ്ങൾക്കും അവകാശമുണ്ടെന്ന പാക് വാദവും സിന്ധു നദീജൽ കരാർ പാലിക്കാൻ ഭാരതം തയ്യാറാകുന്നില്ലെന്ന പാകിസ്ഥാന്റെ കുറ്റപ്പെടുത്തലും അവഗണിച്ച് തന്നെയാണ് ഭാരതം മുന്നോട്ടു പോകുന്നത്. 5300 മെഗാവാട്ട് ശേഷിയുള്ള ജലവൈദ്യുത പദ്ധതി അടക്കം നിർമ്മാണത്തിലാണ്. വിവിധ പദ്ധതികൾ സിന്ധു നദീതടത്തിൽ നിർമ്മാണ പുരോഗതിയുടെ വിവിധ ഘട്ടങ്ങളിലാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് ഭാരതം പാകിസ്ഥാനെതിരായ നിലപാട് കടുപ്പിച്ചത്. സിന്ധു നദിയിലെ വെള്ളം പോലും ഭാരതം തരുന്നില്ലെന്ന ആക്ഷേപം പാകിസ്ഥാൻ ഉന്നയിക്കുമ്പോൾ സംഭരണശേഷിയേക്കാൾ അധികമായി ജലം പാകിസ്ഥാന് ലഭിക്കുകയാണെന്നും അത് ഉപയോഗിക്കാതെ കടലിലേക്ക് ഒഴുക്കി പാഴാക്കി കളയുകയാണെന്നും ഭാരതം ചൂണ്ടിക്കാട്ടുന്നു. സിന്ധു നദീതടത്തിലെ 79 പദ്ധതികളുടെ വിവരങ്ങൾ ഭാരതം പാകിസ്ഥാനുമായി ഇതുവരെ പങ്കുവച്ചിരുന്നു. പാകിസ്ഥാൻ ഇതിലെല്ലാ പദ്ധതികളോടും എതിർപ്പ് പുലർത്തുകയായിരുന്നു. 1962 ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ച പാകിസ്ഥാൻ പിന്നീട് പലപ്പോഴും കരാർ ലംഘിക്കുന്ന സമീപനം കൈക്കൊണ്ട കാര്യവും ഭാരതം ചൂണ്ടിക്കാട്ടുന്നു. റിസർവോയറുകൾ, ഡാമുകൾ എന്നിവയുടെ സംരക്ഷണത്തിലും പാകിസ്ഥാൻ ഇരട്ടത്താപ്പാണ് സ്വീകരിക്കുന്നത്. അയൽക്കാർ ഭീകരവാദം അവസാനിപ്പിക്കാതെ നിലവിലുള്ള സാഹചര്യത്തിന് മാറ്റം വരുത്തേണ്ട ആവശ്യമില്ലെന്ന നിലപാടാണ് ഭാരതത്തിൻ്റേത്. ഇരവാദം മുഴക്കി ഭാരതത്തിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം അടിച്ചേൽപ്പിക്കാനുള്ള പാക് നീക്കവും ഭാരതം അവഗണിക്കുകയാണ്. രാഷ്ട്ര താൽപര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാടിലാണ് ഭാരതം മുന്നോട്ടു പോകുന്നത്. ജനം, ഡൽഹി.